ഫ്രാൻസിസ് പാപ്പ നമ്മളെല്ലാം വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കുന്ന പാപ്പയാണ്. അദ്ദേഹം ഈ വർഷത്തെ ജൂബിലിയുടെ വിഷയമായിട്ട് തന്നതുപോലും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശമാണ്. അതുപോലെ നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തും വടികുത്തി ക്ലേശിച്ചാണെങ്കിലും ജനങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെ കണ്ട് നമ്മൾ വിസ്മയിച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഒരുപക്ഷെ അല്പം വിശ്രമിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പെട്ട് നടന്ന് ആൾക്കാരെ കാണാനായിട്ട് എത്തുന്നു, യാത്ര ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നു, ഈ കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേയിൽ ലിസ്ബണിൽ വെച്ച്, പോർച്ചുഗലിലെ ലിസ്ബണിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഓരോ സമ്മേളനത്തിനും 1 മണിക്കൂർ മുമ്പ് തന്നെ എത്തുകയും പാപ്പ മൊബൈലിൽ ഈ ചെറുപ്പക്കാരുടെ പരമാവധി ചെറുപ്പക്കാരെ കാണാവുന്നിടത്തോളം അദ്ദേഹം യാത്ര ചെയ്ത് കണ്ടതുമെല്ലാം ഓർക്കുകയാണ്. അത്രമാത്രം ദൈവജനത്തോടൊത്തായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥ നമുക്കെല്ലാവർക്കും സങ്കടകരമാണ്. കാരണം അദ്ദേഹം എപ്പോഴും നമ്മളെ പ്രത്യാശയോടുകൂടി ആയിരിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം നൽകുന്ന സന്ദേശങ്ങൾ അപ്രകാരം തന്നെയാണ്. രോഗശയ്യയിൽ നിന്നും അദ്ദേഹം നൽകുന്ന സന്ദേശങ്ങൾ പ്രത്യാശയുടെ സന്ദേശങ്ങളാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണ്. ഡോക്ടർമാരെല്ലാം ആ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം. അദ്ദേഹം രോഗനിലയെല്ലാം തരണം ചെയ്ത് തിരിച്ചു വന്ന് ഈ പ്രത്യാശയുടെ സന്ദേശം, അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തെല്ലാം പ്രസരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.